ആമേൻ. റോമാ ലേഖനം 9-ാം അധ്യായത്തിന്റെ 15-16 വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവന് കനിവ് തോന്നുകയും ചെയ്യുന്നു എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്തെ സകലവും സാധിക്കുന്നത്. ആമേൻ. ഇത് യാക്കോബിനെ കുറിച്ച് യശാനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്താണ് ഇത് പറയുന്നത്. പക്ഷേ ഹാലേലിയുടെ അത് മോശയോട് ദൈവം വീണ്ടും പറയുന്നതായിട്ട് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഹാലേലുയ. അവിടെ അതിന് തൊട്ട് മുമ്പുള്ളത് ഹാലേലിയ ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് യേശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എഴുതിയിരിക്കുന്നു. ആകൽ നാം എന്ത് പറയുന്നത്? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? ഒരു നാളും ഇല്ല. ഹാലേലുയ. അപ്പം ദൈവം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ടല്ലേ, അയ്യോ ദൈവമേ ഹാലേലിയ, അവരൊന്നും ഒട്ടും പ്രാർത്ഥിക്കുന്നില്ല, അവരൊന്നും ഒട്ടും ഹാലേലിയ ആമേൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് വിശ്വസ്തരായിരിക്കും, അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഇല്ലല്ലോ, ഒരു കുറവും ഇല്ലല്ലോ, അതൊക്കെ നമുക്കും തോന്നാറുണ്ടല്ലേ. ഹാലേലിയ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ദൈവസന്നിധിയിൽ മര്യാദക്ക് നിൽക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കഷ്ടത പുറത്ത് നമുക്കാണല്ലോ, ബുദ്ധിമുട്ട് നമുക്കാണല്ലോ എന്നൊക്കെ. അപ്പം അവിടെ നമുക്ക് ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ദൈവത്തിന് അനീതി ഉണ്ടോ? ഇല്ല. ഹാലേലിയ. കാരണം ദൈവം നീതിയുള്ള ന്യായാധിപനാണ്. നീതിയോടെ സകലത്തെയും വിധിക്കുന്ന ന്യായാധിപനാണ് നമ്മുടെ ദൈവം. അപ്പൊ ദൈവത്തിന്റെ അനീതി ഒന്നുമില്ല. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ചില അതിന് കാരണം എന്താ ദൈവം പറയുന്നതാണ്. മോശയുടെ ദൈവം പറയുന്നതാണ്, എനിക്ക് കരുണ തോന്നണം എന്നുള്ള ഒരു കരുണ തോന്നി, എനിക്ക് കനിവ് തോന്നണം എന്നുള്ള ഒരു കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനുമല്ല ഓടുന്നവനാനുമല്ല കരുണ ദൈവത്താലത്തെ സകലവും സാധിക്കും. അപ്പൊ ദൈവത്തിന് ചിലരോട് കരുണ തോന്നണമെന്ന് തോന്നിയ കരുണ തോന്നും, കനിവ് തോന്നണമെന്ന് വെച്ചാൽ കനിവ് തോന്നും. ഹാലേലിയ. അതുകൊണ്ട് നമ്മൾ ഓടുന്ന ഓട്ടമൊക്കെ നമ്മൾ ഇച്ഛിക്കുന്നതാനും അല്ല, അപ്പൊ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചും അല്ല, നമ്മുടെ ഹാലേലിയ എന്താ പറയാ, നമ്മൾ ഓടുന്നത് കൊണ്ട് ഓട്ടം കൊണ്ടും അല്ല, പക്ഷെ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നുന്നത് കൊണ്ട് ദൈവം നമ്മൾ ഓരോ കാര്യം നടത്തുമ്പോഴാണ് നമുക്ക് നടക്കാൻ കഴിയത്തുള്ളൂ. ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കുമ്പോഴേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാണ്ട്, ദൈവം അറിയാണ്ട് നമ്മുടെ തലയെന്തിനും കൂടി താഴെ വീഴില്ല എന്ന് ജനത്തെ ഉറച്ചു വിശ്വസിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്. നമ്മളൊരാൾ വന്നിട്ട് വഴിയെ വന്ന ഒരാൾ വന്നിട്ട് രണ്ട് വഴക്ക് പറഞ്ഞിരുന്നോട്ടെ, ചിലപ്പോ എന്റെ ചുമ്മാ നിന്നിട്ട് നമുക്ക് രണ്ട് തെറി കേട്ടെന്നിരിക്കട്ടെ. ഹാലേലുയ. അപ്പൊ നമ്മൾ ആ മനുഷ്യൻ ഹാലേലുയ നമ്മളോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവം അനുവദിച്ചു കൊടുത്തിട്ട്. ദാവീദ് രാജാവായ ദാവീദിന്റെ ജീവിതത്തിൽ ഒരിക്കൽ ദാവീദിനെ ശപിക്കുന്നു കഴിയുന്നു. അപ്പൊ ദാവീദിന്റെ പടനായകൻ ചോദിക്കുകയാണ് എന്താ ചെയ്യുന്നത്, അവനെ കുത്തി കളയട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ദാവീദ് പറഞ്ഞ എന്താ, വേണ്ട, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നത് എന്നെ ശപിക്കാനായിട്ട്. ഹാലേലൂയ. അപ്പൊ യഹോവ കൽപ്പിക്കാതെ, നമ്മുടെ ദൈവം അനുവദിക്കാതെ ആർക്കും ഒന്നും നമ്മൾ പറയുവാനോ ചെയ്യുവാനോ സാധിക്കില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഹാലേലൂയ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സാത്താനാണ് കയറിയതെങ്കിലും, അതൊരു രോഗമായിട്ടായിരിക്കട്ടെ, വേറെ എന്തെങ്കിലും ഭാരമായിട്ടായിരിക്കട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടോ കടഭാരമായിട്ട് എന്തായിട്ടാണ് കയറി നമ്മുടെ ജീവിതത്തിൽ അവൻ കയറിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം അനുവദിക്കാതെ അല്ല കയറിയിരിക്കുന്നത്. ചില ഹൃദയത്തെ ദൈവം പറവൂന്റെ ഹൃദയത്തെ പോലെ കഠിനമാക്കി വെക്കുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഒക്കെ നമ്മളോട് ഒരു മനസ്സിൽ ഒരു കാരണയും തോന്നാത്ത അവരെ കഠിനമാക്കി ദൈവരെ ഹൃദയത്തെ കഠിനമാക്കി വെച്ചിരിക്കുക. ഹാലേലൂയ. ഒരു ഫേവർ നമുക്ക് ഒരു ഹെൽപ്പ് ഒന്നും ചെയ്യാൻ അവർക്ക് മനസ്സില്ല. പക്ഷെ അതെന്താ വന്നിരിക്കുന്നത്, അവരോട് ദേഷ്യം തോന്നും, വിരോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവരുടെ ഹൃദയത്തെ കഠിനമാക്കി ദൈവമാണ്. ദൈവം തന്നെ പറയുന്നു. അല്ലെങ്കിൽ ഒരാളുടെ ഹൃദയത്തെ കഠിനമാക്കാനും ഒരാളുടെ ഹൃദയത്തെ നമുക്ക് അനുകൂലമാക്കാനും ദൈവത്തിന് കഴിയും. അപ്പൊ ദൈവത്തിന്റെ പക്കൽ നിന്ന് അനുവദിക്കാതെ, ദൈവത്തിന് നമ്മളോട് കരുണ തോന്നാതെ മറ്റെന്തൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പം ചില വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ ഇങ്ങനെ വിഷയങ്ങളായി നിൽക്കുമ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യുക, ദൈവത്തിന്റെ മനസ്സിലും ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ, ഇതൊക്കെ നമ്മുടെ മേൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കണം. അപ്പം ദൈവത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം, യേശാവും യാക്കോവും ജനിക്കുന്ന സമയത്ത് തന്നെ ഉദരത്തിൽ ചിരിക്കുമ്പോ തന്നെ മൂത്തവൻ ഇളവനെ സേവിക്കുന്ന ദൈവം അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. കാരണം ആ യാക്കോവിന്റെ അമ്മയ്ക്ക് അത് അറിയുകയും ചെയ്യാം. ഹാലേലിയ. പക്ഷെ എന്നിട്ടും ഒരു അധികാര കൈമാറ്റം അല്ലെങ്കിൽ അപ്പന്റെ അവകാശങ്ങൾ കൊടുക്കുന്ന സമയമായപ്പോൾ അമ്മയോട് ഉപായം പ്രയോഗിച്ചു ഇല്ലേ. ഹാലേലുയ. കാരണം അമ്മയോടെ ഉപായം പ്രയോഗിച്ച് ഇല്ല എങ്കിൽ കൂടി യാക്കോബിന്റെ മേൽ വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഹാലേലുയ. പക്ഷേല് അവിടെ അമ്മ ഉപായം പ്രയോഗിച്ചതുകൊണ്ട് എന്താ പറ്റിയത്,
യാക്കോബ് അമ്മായിയപ്പന്റെ വീട്ടിൽ പോയി 10 വർഷക്കാലം അടിമപ്പണി ചെയ്തു വന്നു. ഹല്ലേലൂയ. പക്ഷെ അവിടെയും ദൈവത്തിന്റെ മനസ്സല്ലേ ഇപ്പൊ ഹാലയില യാക്കോബിന് വേണ്ടി വെളിപ്പെട്ട് നമ്മൾ കാണുന്നത്. യാക്കോബിന് വേണ്ടി ഹാലില്ല, ദൈവം ഹാല ഇടപെടുന്നു. ദൈവം ഹാലില്ല. അവസാനം അവരോട് ഓടിപ്പോകുന്ന സമയത്ത് ലാബാനോട് ചെന്ന് ദൈവം പറയുന്നുണ്ട്, ഗുണമാകട്ടെ ദോഷമാകട്ടെ നീ ഒന്നും ചെയ്യുന്നു. അപ്പൊ ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം എവിടെയും ഏത് സാഹചര്യത്തിലും അവരെ പ്രൊട്ടക്ട് ചെയ്യും. അവർക്ക് വേണ്ടുന്നതൊക്കെ സംരക്ഷിച്ചു കൊടുക്കും. നമ്മൾ എസ്തേറിന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. എസ്തേറിന്റെ ആമയെ കണ്ടവർക്കൊക്കെ അവരോട് പ്രീതി തോന്നുന്നു എഴുതുന്നുണ്ട്. രാജാവ് കിരീടം എടുത്ത് എസ്തേറിന്റെ തലയിൽ വെച്ചു കൊടുക്കാൻ കാരണം അവളെ വസ്തിക്ക് വരെ രാജ്ഞിയാക്കിയത് ആ പ്രീതി അല്ലെ ഫേവർ വന്നതുകൊണ്ടാണ്. ഈ ഫേവർ എവിടെ നിന്നാ വരുന്നത്? ദൈവത്തിൽ നിന്നാ വരുന്നത്. നമ്മുടെ മേൽ ഒരാൾക്ക് കാണണം, നമ്മളോട് ഒരാൾ കാണുന്ന സമയത്ത് നമ്മളോട് ഫേവർ തോന്നണമെങ്കിൽ, നമ്മളോട് മനസ്സലിയണമെങ്കിൽ, നമ്മളോട് സ്നേഹം തോന്നണമെങ്കിൽ, ഒരു വിശ്വസ്തത തോന്നണമെങ്കിൽ, വിശ്വാസം തോന്നണം, ഇതൊക്കെ എവിടുന്ന വരുന്നത് വെച്ചാൽ ഇത് ദൈവത്തിൽ നിന്ന് നമ്മുടെ മേൽ വരണാറില്ല. ഇത് ദൈവത്തിന് നമ്മളോട് തോന്നിക്കഴിഞ്ഞാൽ കാണുന്നവർക്കൊക്കെ തോന്നും. ചില ആൾക്കാർ പറയത്തില്ല, അയ്യോ എന്താണെന്നറിയത്തില്ല സിസ്റ്റർ, എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്, നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നതേ ഇല്ല. എന്താ കാരണം? അവരുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. കാരണം നമ്മളോട് ദൈവത്തിന്റെ ഫേവർ നമ്മുടെ മേലില്ലെങ്കിൽ നമ്മൾ കാണുന്നവർക്കൊക്കെ നമ്മളോട് ദേഷ്യമായിരിക്കും. കാണുന്നവരൊക്കെ നമുക്ക് ഒട്ടും അനുകൂലമായിരിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ മറ്റുള്ളവർ നമ്മളോട് പ്രതികൂലമായി നിൽക്കുമ്പോൾ, നമ്മളോട് വിരോധമായി നിൽക്കുന്നെങ്കിൽ, നമ്മളോട് ഒട്ടും സ്നേഹമില്ലാതെ കരുണയില്ലാതെ പെരുമാറുന്നെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല. അവരോടൊന്നും നമുക്ക് വിരോധം തോന്നേണ്ട, വൈരാഗ്യം തോന്നേണ്ട, ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അതിന്റെ കാരണം ദൈവം നമ്മളോട് കരുണ തോന്നുന്നില്ല ദൈവത്തിന്. അല്ലെങ്കിൽ ദൈവത്തിന് ആ വ്യക്തി, ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ഫേവർ നമ്മൾ സ്വീകരിക്കുന്നത് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവം അത് തടഞ്ഞു വെച്ചേക്കുമായിരിക്കും, ദൈവം അടച്ചേക്കുമായിരിക്കും. അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എനിക്കും വേണ്ടാന്ന് വെക്കാനായിട്ട് മനസ്സ് കാണിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ എന്റെ മൂത്ത സഹോദരനെ കുറിച്ച് പറയണമെങ്കിൽ എപ്പോൾ പറയണം, പണം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരാൾ വ്യക്തിയാണ്. അതുപോലെ കൊണ്ടു കിടന്ന അവരുടെ കുടുംബം, മക്കളാണ് എല്ലാവരും. അതുപോലെ ദുർച്ചെലവ് ചെയ്യുന്ന, അതുപോലെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ദിവസമൊക്കെ അവർ സ്പെൻഡ് ചെയ്ത് കളയുന്ന പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു മാസം എല്ലാ കാര്യം. പക്ഷേ ഇത്രയും ഉണ്ടായിട്ടും എനിക്ക് മാത്രം ഒന്നും തരാനായിട്ട് ഇഷ്ടമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അതപ്പോ ഞാൻ പണ്ടൊക്കെ എനിക്ക് സങ്കടമായിരുന്നു, വിഷമമൊക്കെ വരികയാണ്. പക്ഷേ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിന് ഇഷ്ടമില്ലാതെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഞാനും ആഗ്രഹിക്കാൻ പാടില്ല, അല്ലേ? പിന്നെ സിസ്റ്റർ, നിങ്ങളെ എന്തെങ്കിലും എനിക്ക് തരണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ദൈവം അത് നിങ്ങളോട് ഇടപെടും. ഹല്ലേലൂയ. ആർക്കാണ്, എനിക്കെന്നല്ല, ആർക്കാണെങ്കിലും പക്ഷേ മറ്റൊരാളുകൾ ഉണ്ടായിട്ടും അവർ നമ്മളോട് ഹല്ലേലൂയ നമുക്ക് തരുന്നില്ല, നമ്മളെ സഹായിക്കുന്നില്ല, നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ വിചാരിച്ചണം ദൈവത്തിന് അത് ഇഷ്ടമല്ല. ഞാൻ ആ വ്യക്തിയിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നത് ഇഷ്ടമല്ല. ആ വ്യക്തിയോട് നമുക്ക് വിരോധം തോന്നേണ്ട ഒരു കാര്യമില്ല. കാരണം ദൈവം ദൈവം ഒരിക്കലും എന്നോട് നേരിട്ട് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞ, ഇവിടത്തെ ഞാൻ ദുബായിലേക്ക് രാജ്യം ഭരിക്കുന്ന രാജാവ് നിനക്ക് കാശ് കൊണ്ടുവരും, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്? ഹാലേലിയ. അങ്ങനെ ദൈവം പറഞ്ഞ് ഇടപെട്ട് ഹാലേലിയ എനിക്ക് ആവശ്യത്തിന് പൈസ കിട്ടിയിട്ടുണ്ട്. ഹാലേലിയ. അപ്പൊ അതുപോലെ ദൈവം പറഞ്ഞിട്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആർക്കും നമ്മളോട് കരുണ തോന്നത്തില്ല. ആരുടെയെങ്കിലൊക്കെ മനസ്സിൽ അയ്യോ അവരെന്നെ സഹായിച്ചില്ല, ഇവരെന്നെ സഹായിച്ചു, അവർക്ക് സഹായിക്കാൻ വഴി ഉണ്ടായിട്ടും അവർക്ക് സഹായിക്കാനുള്ള ചുറ്റുപാടുണ്ടായിട്ടും എന്നെ കൺസിഡർ ചെയ്തില്ലല്ലോ എന്നുള്ള വിഷമം ആരുടെയെങ്കിലും മനസ്സിൽ കിടക്കുന്നെങ്കിൽ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ, ഇപ്പൊ ഹസ്ബൻഡും വൈഫുമായിട്ടുള്ളവർ ആരെങ്കിലും ആണെങ്കിലും അയ്യോ എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ലല്ലോ, ഭർത്താവിന് എന്നോട് ഒരു കരുണ തോന്നുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ വിചാരിച്ചോണം ദൈവത്തിന്റെ മനസ്സിൽ ആ വിഷയത്തിൽ വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. പൈശാചിക ശക്തികളുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും അവരെ കൊണ്ട് കഠിന ഹൃദയരാക്കി നിർത്തിയിരിക്കുന്നത്. പക്ഷേങ്കിൽ പൈശാചിക ശക്തിയെയും അനുവദിച്ചു കൊടുക്കുന്നതേയും ഹല്ലേലൂയ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ കുറിച്ച് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ.
ഇപ്പൊ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഹാലയിലെ ഉദ്ദേശം എന്ന ചില വിഷയങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. ഹാലെ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഒരു വ്യത്യാസവും ഇല്ലേ, ഒരു വിടുതലില്ലാതിരിക്കുന്ന വിഷയമാണെങ്കിൽ ഹാലയിലെ അത് എന്തുകൊണ്ട് അത് കല്ല് പോലെ അവിടെ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലയിലെ എവിടെയോ ഒന്ന് നമ്മൾ ഹാലയിലെ യഥാസ്ഥാനപ്പെടാനുണ്ടാവും. ആ വ്യക്തിയെ മാറ്റാൻ നമ്മൾ നോക്കാതെ നമ്മളൊന്ന് മാറാനായിട്ട്, നമ്മൾ എവിടെയാണോ ആ മാറ്റം വരേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറി ഓട്ടോമാറ്റിക്കലി ആ വ്യക്തി മാറും. അല്ലേ? നമ്മൾ പലപ്പോഴും എന്താ, അച്ഛനെ വിടിയിക്കണേ, അമ്മച്ചെ വിടിയിക്കണേ, മറ്റൊരു വിടിയിക്കണേ, മറിച്ചൊരു വിടിയിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ആ പ്രാർത്ഥനയെക്കാട്ടി ഹാലേലിയ എവിടെയാണ് കർത്താവേ അത് അവർ വിടുതൽ പ്രാപിക്കാനായിട്ട് എന്നിൽ എന്താണ് തടസ്സമായിരിക്കുന്നത്? കാരണം പ്രാർത്ഥിക്കുന്നത് ഞാനല്ലേ, അവർക്ക് വേണ്ടിയിട്ടല്ലേ, എനിക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് ഹാലി അവരുടെ വിടുത്തൽ ഹാലി എനിക്കല്ലേ ഫേവർ ആകുന്നത്. എന്റെ ആഗ്രഹമല്ലേ അവർ വിടിയിക്കപ്പെടുന്നത്. ഹാലി ആ പ്രാർത്ഥനയിൽ ഹാലി നമ്മൾ അവരെ വിടണേ, അവരെ വിടിയിക്കണേ എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ എന്നിൽ ഹാലി എന്താണ് അതിന് തടസ്സമായിട്ട് എന്നിൽ ഇരിക്കുന്നത് മനസ്സിലാക്കണം. അത് എന്റെ ജീവിതത്തിൽ അനുകൂലമായി നിൽക്കേണ്ടതാണ്, അല്ലെങ്കിൽ എന്റെ ആഗ്രഹമാണ്, എന്നോടൊപ്പം നിൽക്കുന്ന എന്റെ വാക്തത്വ നിവർത്തീകരണമാണ്. പലരും ഹസ്ബൻഡും വൈഫ് ഒരുമിച്ച് ഹാലേലിയ ചില സ്റ്റേജുകളിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ വാക്തത്വം നിൽക്കുമ്പോൾ തന്നെ ഹാലേലിയ ഹാലേലിയ അവരുടെ ഭർത്താക്കന്മാരിൽ ലോകത്ത് മാറ്റപ്പെടാറുണ്ട്, വാക്തത്വ നിവർത്തീകരണം സംഭവിക്കാതെ. അപ്പൊ ആരുടെ വാക്തത്വം മരിച്ചു പോകുന്ന വ്യക്തിയുടെ വാക്തത്വം അല്ല അവിടെ നടക്കാതിരിക്കുന്നത്, നിങ്ങളുടെ മേലുള്ള വാക്തത്വം നടക്കാത്തത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹാലേലിയ നിങ്ങള് കുടുംബമായിട്ട് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് അനേക ഇടങ്ങളിൽ പോയി ദൈവത്തിന്റെ ആമയെ ശുശ്രൂഷ ചെയ്യും എന്ന് നിങ്ങളുടെ മേൽ വന്ന വാക്തത്വം എവിടെ? അത് നിലനിൽക്കുമ്പോൾ തന്നെ, വാക്തത്വം നിലനിൽക്കുമ്പോൾ തന്നെ ഹാലേലിയ അതിന് നിവർത്തീകരണം ഇല്ലാതെ ഒരാൾ ലോകത്ത് മാറ്റപ്പെടുന്ന നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ മേലുള്ള വാക്തത്വം അല്ല നിവർത്തീകരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ വാക്തത്വം നിങ്ങൾക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. അത് അവരുടെ കുറവുകൊണ്ടല്ല, നിങ്ങളുടെ കുറവുകൊണ്ടാണ്. ഹല്ലേലൂയ. അവര് ചിലപ്പോൾ മാനസാന്തരപ്പെട്ടില്ല, അവര് ചിലപ്പോൾ സ്വഭാവം ഒന്നും മാറ്റിയില്ല, അവര് രക്ഷയിലേക്ക് വന്നിട്ടില്ല, അവരിനി രക്ഷയിലേക്ക് ഹാലേലൂയ വരാതിരിക്കുന്ന സമയത്തും ഹാലേലൂയ അവര് മാറുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ എവിടെയോ എന്തോ ഒന്നുകൂടെ നമ്മളിൽ നിന്ന് മാറി ഹാലേലൂയ ദൈവത്തിന് ഈ വാഗ്ദത്ത നിവർത്തീകരണത്തിന് ദൈവം നിന്നെയാണ് വിളിച്ചതെങ്കിൽ നിന്റെ മേലാണ് വിടുതൽ നടക്കേണ്ടത്. ഹാലേലൂയ. ആമേൻ. ഒരാള് അവിടെ നിന്ന് വിടുവിക്കപ്പെട്ട നമ്മൾ കാണുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദാവീദിന്റെ കൂടെ കൂടിയവരെല്ലാം പട്ടിണിയുള്ളവര്, മുടന്തുള്ളവര്, പ്രശ്നങ്ങളുള്ളവര്, അങ്ങനെ കടഭാരമുള്ളവര്, ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ. ദാവീദിയുടെ 10-400 പേരങ്ങണ്ട് അന്ന് കൂടി വന്നത്. ദാവീദിന് വലിയ പ്രശ്നം, ശൗലിട്ട് ഓടിച്ചുകൊണ്ടേ ഇരിക്കുന്ന, ജീവൻ പോലും പോകുന്നു. അപ്പൊ ദാവീദിന് കൂടെ കൂടിയവരെല്ലാം ഇങ്ങനെയാണ്. ഹാലേലൂയ. ദാവീദിരുന്നിട്ട് അവിടെ എല്ലാം ജീവിതത്തിന് മാറ്റം വരണമേ എന്നല്ല പറഞ്ഞത്. ദാവീദ് സ്വന്തം ജീവിതത്തിൽ ദാവീദിന്റെ ജീവിതത്തിൽ മാറ്റം വന്നപ്പോൾ അവരുടെ എല്ലാം ജീവിതം ഓട്ടോമാറ്റിക്കലി വിടുവിക്കപ്പെട്ടു. അപ്പൊ വാക്തത്വം ആരുടെ മേലെ ഉണ്ടായത്? ദാവീദിന്റെ മേലെ ഉണ്ടായിരുന്നു. ആ ദാവീദിനാണ് മാറ്റം വരേണ്ടത്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ വന്ന മാറ്റം മറ്റുള്ളവരെ ഓട്ടോമാറ്റിക്കലി മാറ്റി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലർക്കും ഇപ്പൊ ഞാൻ എന്റെ അമ്മ മാറണേ, എന്റെ അമ്മ മാറണേ, അമ്മയ്ക്ക് പല സഹോദരങ്ങൾ മാറണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനെ കാട്ടി എന്നോട് കിടക്കുന്ന വാഗ്ദത്തം കൊണ്ട് നിന്റെ കുടുംബത്തിൽ ഒരു കുടുംബം പോലും ശേഷിക്കാതെ ഞാൻ അവരെ കർത്താവ് അവരെ നേടുമെന്ന് അല്ലെങ്കിൽ നേടാൻ കഴിയുമെന്ന് എന്റെ ബന്ധുക്കളിൽ ചാർച്ചക്കാരെല്ലാവരും. പക്ഷെ അപ്പൊ ഇവിടെ വിടുതൽ ഈ വാഗ്ദത്തം നിവർത്തീകരണം സംഭവിക്കാത്ത അവരുടെ ജീവിതത്തിലല്ല, എന്റെ ജീവിതത്തിലാണ്. എന്റെ ജീവിതത്തിലാണ് വാഗ്ദത്തത്തിന് ഹാലേലിയ എവിടെയോ ഒരു തടസ്സം നിൽക്കുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിൽ എവിടെയോ ഒന്ന് ഹാലേലിയ അത് മാറി വരേണ്ട കാര്യമുണ്ട്. ഹാലേലൂയ. അപ്പം നമ്മുടെ മേലെ വാഗ്ദത്തം കിടക്കുന്നെങ്കിൽ നമ്മളോട് ഫൈറ്റിംഗ് എന്നു. നമ്മൾ എവിടെയാണോ ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിൽ എത്താൻ കഴിയാതെ നിൽക്കുന്ന മേഖല അത് നമ്മൾ കണ്ടെത്തണം. അപ്പൊ നമുക്കെന്താ, ദൈവമേ നമ്മളോട് കരുണ തോന്നണം, മനസ്സലിയണം. ഹാലേലിയ. ദൈവത്തിന്റെ മനസ്സിൽ നമ്മുടെ മേൽ വരണം. ദൈവത്തിന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഹാലേലിയ ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നൊന്നും വേണം. ദൈവത്തിന്റെ ഫേവർ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഹാലേലിയ ആ ഫേവറിൽ ഹാലേലിയ നമുക്ക് പല കാര്യങ്ങൾ നേടുക. എസ്തേറിന്റെ ബന്ധുവാണ് മൊർദെഖായി എന്ന് മനസ്സിലായപ്പോൾ, എസ്തേറിന്റെ ചാർച്ചക്കാരന് മനസ്സിലായപ്പോൾ മൊർദെഖായിക്ക് കൊട്ടാരത്തിലേക്ക് പ്രവേശനം ലഭിച്ചു.
മൊർദെഖായിക്ക് അധികാരം ലഭിച്ചു. ഹല്ലേലൂയ. എന്താ? എസ്തേറിന്റെ ബന്ധുവായതുകൊണ്ട്. ഹല്ലേലൂയ. അപ്പൊ എസ്തേറിന്റെ ജീവിതത്തിൽ സംഭവിച്ച വിടുതൽ ആ യഹൂദ ജനത്തിന് മുഴുവൻ അവരെ കൊന്നു മുടിക്കണമെന്ന് രാജകൽപ്പന, രാജാവിന്റെ മുദ്ര വെച്ച കൽപ്പന പുറപ്പെട്ടിട്ട് പോലും എസ്തേർ ഒരാൾ വിചാരിച്ചപ്പോൾ, എസ്തേറിന്റെ പൊസിഷൻ എസ്തേർ രാജാവിന്റെ കൃപ അവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ചെങ്കോൽ അവളുടെ നേരെ നീണ്ടു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ച? ആ സമൂഹം മുഴുവൻ വിടിയിക്കപ്പെടാൻ ഇടയായി. അപ്പൊ ഇന്ന് നമ്മുടെ മേൽ രാജാവിന്റെ ചെങ്കോൽ എസ്തേറിന് നേരെ നീണ്ടതുപോലെ ദൈവത്തിന്റെ ചെങ്കോൽ നമ്മുടെ നേരെ നീണ്ടു വരണം. എന്നാലും നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ബന്ധനത്തിൽ കിടക്കുന്ന ഇരുട്ടി കിടക്കുന്ന അനേകർ വിടുവിക്കപ്പെടത്തുള്ളൂ. ഈ വിടുതൽ നടക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ വാക്തത്വമല്ല നിവർത്തീകരിക്കുക, നമ്മുടെ ജീവിതത്തിലെ വാക്തത്വമാണ് നിവർത്തീകരിക്കുന്നത്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ കൂടുതൽ സമയം ഇരുന്നിട്ട് ചെയ്യുന്ന എന്താ? അപ്പൊ അവര് മാറണേ, അവരെ മാറ്റണേ, ഇവരെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ഒന്ന് മാറുവാനുണ്ട്. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിനെക്കാട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തോട് നമ്മളിലേക്ക് നോക്കണം, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം. നമ്മളെല്ലാവർക്കും കുറവുകളുണ്ട്, എല്ലാവർക്കും ബലഹീനതകളുണ്ട്. എല്ലാവരിലും പോരായ്മകളുണ്ട്. അത് സ്വഭാവത്തിലായിരിക്കും, ചിലപ്പോൾ വർത്തമാനത്തിലായിരിക്കും, അല്ലെങ്കിൽ ചിന്തയിലായിരിക്കും, വിചാരത്തിലായിരിക്കും, പ്രവൃത്തിയിലായിരിക്കും. ഇത് എവിടെയോ എന്തൊക്കെയോ ഇനിയും നമ്മൾ വിട്ട് കളയേണ്ടതുണ്ട്. ഓരോ ദിവസം നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ സംസാരിക്കുകയും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടായിരിക്കും. വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു. വചനം കാണുമ്പോൾ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി പോലെ ആകണം. നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് അല്ലെ മുഖത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എല്ലാം നന്നായി ഇരിക്കുന്നുണ്ടോ, മുടിയൊക്കെ മര്യാദയ്ക്കാണോ എന്നൊക്കെ അറിയുന്ന പോലെ നമ്മൾ വചനം എന്ന കണ്ണാടിയിൽ നോക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. അല്ല, വചനം വെറുതെ വായിച്ചു വിടാനുള്ളതല്ല, വചനം വെറുതെ കേട്ടിട്ട് എഴുന്നേറ്റ് പോകാനുള്ളതല്ല. ഈ വചനം നമ്മളോട് ഇടപെടും. നമ്മളുടെ ജീവിതത്തിൽ എന്താണ് കുഴപ്പമെന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ ഇപ്പൊ അറിയാൻ പറ്റുന്നില്ല എന്താണ് നമ്മുടെ കുറവെന്ന് കണ്ടെത്താൻ പറ്റില്ല. ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥന ദൈവാത്മ നമുക്ക് വെളിപ്പെടുത്തും നമ്മുടെ കുറവുകൾ എന്താണ്. ഹല്ലേലൂയ. എവിടെയൊക്കെ മറ്റുള്ളവർ നോക്കുമ്പോൾ വലിയ കുറവുകളൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ ദൈവസന്നിധി ഒരു ചെറിയ കാര്യം പോലും ദൈവത്തിന് വലിയ ഇമ്പോർട്ടന്റാ. ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ദൈവത്തിന് നിർബന്ധമുണ്ട്. നമ്മൾ അത്ര പെർഫെക്റ്റ് ആകണമെന്ന് ചിലരെ കുറിച്ച് ദൈവം അതുപോലെ ആഗ്രഹിക്കുന്നു. അത് അത്രത്തോളം പെർഫെക്ഷൻ നമ്മുടെ ലൈഫിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ പെർഫെക്റ്റ് ആയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ തുടങ്ങി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഒരു മാറ്റം വരണം. ദൈവമേ അവരെ വിടുവിക്കണമേ, ഇവരെ വിടുവിക്കണേ, അവരോട് ഇടപെടണേ, ഇവരോട് ഇടപെടണമേ എന്നല്ല. കർത്താവ് എന്റെ കുറവുകൾ എന്താണ്, അത് അവർ വിടുവിക്കപ്പെടാനായിട്ട് എന്റെ ജീവിതത്തിൽ എന്താണ് തടസ്സമായി നിൽക്കുന്നത്, അതിനെ എനിക്ക് മനസ്സിലാക്കി തന്ന് ആ കുറവുകളെ പരിഹരിച്ചാൽ എനിക്ക് മുൻപോട്ട് പോകാനായിട്ട് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കുറവുകൾ പരിഹരിക്കപ്പെട്ടാൽ മറ്റുള്ളവരുടെ വിടുതൽ ഓട്ടോമാറ്റിക്കലി നടന്നിരിക്കും. നമ്മുടെ മേലുള്ള വാക്തത്വ നിവർത്തീകരണത്തിനാണ് ഇത് തടസ്സമായി നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ വാക്തത്വം നിവർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മൾ കേട്ട സകല വാക്തത്വങ്ങളും നിവർത്തീകരിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നല്ല പോർക്ക് ഒരു ഓട്ടം തെച്ച് വിശ്വാസം കത്ത് ജീവന്റെ. അപ്പൊ നമ്മുടെ മേൽ കിടക്കുന്ന വാക്തത്വ നിവർത്തീകരണം നമ്മൾ പലപ്പോഴും ഓടാൻ കഴിയുന്നില്ല. കെട്ടിയിട്ടിരിക്കുന്ന കണക്ക് ഹാലേലിയ ഒരു മൃഗത്തിന്, ഒരു ആടിനെയോ ഒരു പശുവിനെ കെട്ടിയിട്ടിട്ട് ഹാലേലിയ അതിനെ ഒരു കയറുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ബന്ധിച്ചിട്ട് ഹാലേലിയ നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ അത്രയൊക്കെ അത് വിചാരിച്ചാലും ആ കയറിന്റെ ലെങ്ത് എത്രത്തോളം ഉണ്ട് അവിടം വരെ അതിന് പോകാൻ പറ്റും. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റും. ആ ഒരു അവസ്ഥയിൽ ഇന്ന് പലരും കിടക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ്. ഇതിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ മനസ്സലിവ് നമ്മുടെ മേൽ ഇറങ്ങിയേ പറ്റുള്ളൂ. നമ്മൾ പറയാറില്ല ചില ആൾക്കാരുടെ നേർച്ച കാഴ്ചകൾ, വിളിച്ച അപേക്ഷകൾ, ആഭിചാരം, മന്ത്രവാദങ്ങൾ, ഇതൊക്കെ നമ്മളെ തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതിനുമൊക്കെ അതിനൊക്കെയുള്ള പവർ എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മൾ ആത്മശക്തിയിൽ പുറത്തു വരുന്നവരെയുള്ളവരുണ്ട്. നമ്മുടെ വ്യാപാരത്തിന് ശക്തി ഉണ്ടോ സിസ്റ്ററെ? ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? തലയാട്ടിലൊന്നും മനസ്സിലാകുന്നില്ല. ആഭിചാരത്തിന് എത്രത്തോളം ശക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എത്രത്തോളം നമ്മളുണ്ട് അതനുസരിച്ചിരിക്കും.
നമ്മളുടെ ആത്മശക്തിക്കനുസരിച്ചിരിക്കും ഹാലലിയ. നമ്മൾ ആരാണെന്ന് തിരിച്ചറിവിനനുസരിച്ചിരിക്കും ഹാലലിയ. എനിക്ക് ഇതൊരു സാധാരണ ഇതൊരു വിചാരമല്ല, പന്ത്രവാദമല്ല, ഇതൊരു സാധാരണ പഴമാണല്ലോ, സാധാരണ പായസമാണ്, സാധാരണ സംഭവമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനൊരു പവറും ഇല്ല. പക്ഷെ അതിന് നമ്മുടെ മേൽ പവർ എടുക്കാൻ പറ്റും. നമ്മൾ ബലഹീനരാണെങ്കിൽ, നമുക്ക് എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ നമ്മളെ പിടിച്ചു നിർത്താൻ കഴിയും. അപ്പൊ നമ്മൾ നമ്മുടെ കുറവുകൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധി ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസ് നമ്മുടെ കുറവുകൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പവറൊക്കെ ഓട്ടോമാറ്റിക്കലി എവിടെയെങ്കിലും കൊടുക്കും. അങ്ങനെ ഞാൻ പറഞ്ഞെടുക്ക് ബന്ധിക്കപ്പെട്ട് ഒരു ഇട്ടാവട്ടത്തിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ എന്റെ അപ്പുറം നിൽക്കുന്നവർ ഇപ്പുറം നിൽക്കുന്നവർ വിടുവിച്ചപ്പെട്ട പോലെ എന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ എന്റെ ജീവിതം തന്നെ വിടുവിക്കപ്പെടണം. എന്നിൽ എവിടെയൊക്കെ അതിൽ പുറത്ത് ആ കയറിനെ പൊട്ടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ശക്തി എന്നിലില്ല. ആ ശക്തി എന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ കയർ പൊട്ടിക്കും, അതിൽ പുറത്ത് കിടക്കും. കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നമുക്കറിയാം, ശിംശോനെ പുതിയ കയറുകൊണ്ടൊക്കെ അവർ കെട്ടിയായിരുന്നു. ശിംശോനെ ശക്തി പ്രാപിച്ചെന്ന് കുടഞ്ഞപ്പോഴത്തേന് കയറൊക്കെ പൊട്ടിപ്പോയി. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അതുപോലൊക്കെ തന്നെയാണ് നമ്മളെ ബന്ധിക്കുന്നത്. ഇത് ആത്മമണ്ഡലത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയൊക്കെ നമ്മൾ കുടുങ്ങി കിടക്കുന്നതിന്റെ കാരണം വെച്ചാൽ നമ്മൾ ആത്മശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ട് ആത്മശക്തി? ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിന് പൂർണ്ണതയോടെ നമ്മൾ വ്യാപരിക്കാൻ പറ്റുന്ന ശരീരമായി നമ്മൾ മാറിയിട്ടില്ല. ഈ ശരീരത്തിൽ എന്തൊക്കെയോ കുറവുകൾ ഇനിയുണ്ട്. ഇത് പരിഹരിക്കപ്പെടാതെ നമ്മൾ അപൂർണമായ ആത്മശക്തി എത്തത്തില്ല. നമ്മൾ എന്താ പറയാ, ഇത് നമ്മളിപ്പോൾ പറയാം, രോഗം അറിഞ്ഞ് ചികിത്സിക്കണം എന്നാ എളുപ്പമാണ് അല്ലേ? അതുപോലെ ആത്മീയത്തിൽ അത് തന്നെയാണ്. ഹല്ലേലൂയ. ഇന്നലെ നമ്മുടെ ഗേല സിസ്റ്റർ മോന് വേണ്ടി രാത്രി പ്രാർത്ഥിക്കുന്ന സമയത്ത് പണ്ട് കുഞ്ഞുനാളിലെങ്ങാണ്ട് കുഞ്ഞിനെ ഈർക്കിൽ കൊണ്ടടിച്ചത്. ഹല്ലേലൂയ. ദൈവാത്മ കാണിക്കട്ടെ. കാരണം ആ ഈർക്കിൽ കൊണ്ടുള്ള അടി അവന്റെ ഹൃദയത്തെ ഒത്തിരി ഭയത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഭയത്തിനുള്ളിൽ അവൻ ഒരു കുടാരം പോലെ ഒരു എന്താ പറയാ ഇട്ടിട്ട് അതിനുള്ളിൽ കയറിയിരിക്കുന്ന പോലെ ആ മൂടിയിരിക്കുന്ന ഒരു ഭയത്തിന്റെ അവന് പുറത്തു വരാൻ കഴിയാത്തൊരു മേഖല കാണിച്ച് ചോദിച്ചു വന്നപ്പോ എന്താ, 2 വയസ്സെങ്ങാണ്ടുള്ളപ്പോൾ ഒരു ദിവസം അടിച്ചതാണ് ഈർക്കിൽ വെച്ചിട്ട്. ഇതാണ് കുഞ്ഞിനെ അത്രത്തോളം ഉൾവലിഞ്ഞ് പലയിടത്തും അവന് പുറത്തു വരാൻ കഴിയാതെ വണ്ണം അവര് ഉള്ളിൽ അത് ഭയമായിട്ട് എന്താ ചെയ്യുന്ന സാത്താൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഭയത്തിന്റെ ആത്മാവിനെ അവർ ഉള്ളിലിട്ട് അപബോധ മനസ്സിലേക്ക് ഇട്ടിട്ട് ഇതൊരു കോട്ട പോലെ കെട്ടി ആ കോട്ടയ്ക്കുള്ളിൽ ഇവരെ ആക്കി വെക്കും. ആ കോട്ട പൊളിക്കാതെ പുറത്തു വരാൻ കഴിയത്തില്ല അവർക്ക്. ഈ ഭയം എന്നത് ഭയങ്കര വലിയൊരു ശക്തിയാണ്. വിശ്വാസത്തിന് നേരെ ഓപ്പോസിറ്റ് അത് നമ്മുടെ ബോധം മനസ്സിലാണ്. ഉപബോധ മനസ്സിലാണെങ്കിൽ എവിടെയെങ്കിലും ഇത് കടന്നു കഴിഞ്ഞാൽ ഇത് കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഞാൻ ഇന്നലെ പറയുന്നത് നമ്മുടെ സാനീഷയുടെ മോനും ഇതുപോലെ കുഞ്ഞ് നടക്കാൻ അങ്ങനെ. പക്ഷെ അന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഗർഭസ്ഥ ശിശുവായിരുന്ന സമയത്ത് അതിന് ഭയം തട്ടിയിരിക്കുന്നു. അമ്മയ്ക്ക് വന്ന ഭയം കുഞ്ഞിനുള്ളിലേക്ക് പോയി. അതിനെ നമ്മൾ ശാസിച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം കൊച്ചു ഹാലലിയാമൻ ഡ്രസ്സിങ് സ്റ്റഡി ടേബിൾ തള്ളിക്കൊണ്ട് നടന്നു പറഞ്ഞ് സിസ്റ്റർക്ക് മെസ്സേജ് ഇടേണ്ട. കാരണം ഇവിടെയാണ് നമ്മൾ രോഗം എന്തെന്ന് തിരിച്ചറിയണം. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില കാരണങ്ങൾ ഉണ്ടാവും. ഇതെപ്പോഴാണ് നമുക്ക് വെളിപ്പെടുത്താനായിട്ട് നമ്മൾ ദൈവത്തിന് ഇരുന്ന് കൊടുത്തത്. ദൈവം വെളിപ്പെടുത്തി എവിടെയാണ് നമ്മുടെ പോരായ്മ. ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും, ചിലപ്പോൾ തികഞ്ഞ മദ്യപാനം, പുകവലി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുശ്ശീലങ്ങളൊക്കെ ഉള്ളവരെ എന്തുകൊണ്ട് അവർ അതിൽ അടിമത്തത്തിൽ കുടുങ്ങി കിടക്കുന്നു നമ്മൾ തിരിച്ചറിയണം. അവർ കള്ളു കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുമ്പോഴോ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോഴോ നമ്മൾ അവരായിട്ട് വഴക്കുണ്ടാക്കുകയോ അവരെ അതിൽ നിന്ന് മാറാൻ വേണ്ടി ശാസിക്കുകയല്ല. ഇത് എന്തുകൊണ്ടാണ് ഇവരിതിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നത് തിരിച്ചറിയാൻ നമുക്ക് പറ്റും. ആ ദുരാത്മശക്തി, ഞാൻ എപ്പോഴും പറയാം, അതൊക്കെ ദുരാത്മശക്തികളാണ്. ദുരാത്മശക്തികൾ എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ അവകാശം പറഞ്ഞ് അവിടെ നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിനെ കളയാൻ പറ്റത്തുള്ളൂ, പുറത്താക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അതിനെ പുറത്താക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിച്ചിരിക്കും. അവരുടെ മേലല്ല അതിനുള്ള അധികാരമുള്ളത്. അവർക്ക് അതിന് ദുരാത്മയെ പുറത്താക്കാൻ പറ്റും. നമ്മുടെ മേൽ ദൈവ അധികാരം തന്നേക്കും. അപ്പൊ നമ്മൾ അധികാരം പ്രാപിക്കാതെ, നമ്മളത് മനസ്സിലാക്കാതെ അതിന്റെ കാരണം ഞാൻ എപ്പോഴും പറയും, മദ്യപാനം ഒക്കെ എന്ന് വെച്ചാൽ മിക്കതും ഒരു പാരമ്പര്യത്തിന്റെ പിന്തുടരുന്ന ബന്ധനമായിരിക്കും.
പിതാക്കന്മാരുടെ അകൃത്യമാണത്. അത് കൃത്യം എന്ന് വെച്ചാൽ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഹാലയില് പാപ സ്വഭാവം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആന്തരിക ശക്തിയാണ് അകൃത്യം. ഞാൻ പാപം, ലംഘനം, അകൃത്യം ഇതിനെ കുറിച്ച് വ്യക്തമായി പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ഹാലയിലെ പാപം നമ്മൾ സ്വഭാവം എന്തൊക്കെയോ അറിഞ്ഞോ അറിയാതൊക്കെ ചെയ്യുന്ന പാപങ്ങള് പാപത്തിന് നമ്മുടെ വേദപുസ്തകത്തിൽ മൂന്നായിട്ട് തന്നെ പഠിപ്പിക്കും. പക്ഷെ പല ദൈവദാസന്മാരും എല്ലാം മൂന്നായിട്ട് കാണും. പക്ഷെ അകൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ലംഘനം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മനഃപൂർവ്വമായി ചെയ്യുന്ന തെറ്റുകളാണ് ലംഘനമാകുന്നതെങ്കിൽ, അകൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാപമാണ്. പക്ഷെ ഈ പാപം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലല്ല, നമ്മളെ അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ആന്തരിക ശക്തി നമ്മളെ തള്ളിവിടുന്ന ഒരു സാധനമാണ് അത് കൃത്യം. മിക്കവാറുള്ള മദ്യപാനം ഹാലയിൽ ഇത് അകൃത്യത്തിൽ നിന്ന് വരുന്ന ഹാല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാരമ്പര്യത്തിന്റെ ബന്ധനമാണ്. പിതാക്കന്മാർ ചെയ്ത പാപത്തിലേക്ക് അറിയാണ്ട് മക്കൾ തള്ളുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും. ഹാലയിലെ ദാവീദിന്റെ ജീവിതത്തിൽ ഹാലയിലൊക്കെ വന്നിരുന്ന എവിടെ അവരൊക്കെ സ്ത്രീകളുടെ വിഷയത്തിൽ തെറ്റിപ്പോ, അല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ അമ്മൂമ്മ എന്താ രാഹാബ് ഒരു വേശ്യ സ്ത്രീ ആയിരുന്നു. തലമുറ കഴിഞ്ഞിട്ട് ശലോമോൻ വരെ വീണത് എന്തുകൊണ്ടാ? സ്ത്രീകളുടെ മുമ്പിലാണ് വീണത്. സ്ത്രീകളുടെ ദിവസം അവരുടെ ഹാല് സകല കൃപയും പോയത്. ഹാല് ഇതാക്കുന്നതും ദാവീദ് ഒരു സ്ഥലത്തെങ്കിലും തെറ്റിപ്പോ ഉരിയാവിന്റെ ഭാര്യ മോഹിച്ചതും അങ്ങനെ പുറകോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഹാലിന്റെ അത് പാരമ്പര്യമായിട്ട് എത്ര തലമുറ വരെ പിന്തുടരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുറയോളം ഇത് പിന്തുടരും. ഹാലേലിയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള അകൃത്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിലൊക്കെ ഇത് കാണുന്നെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. നമുക്ക് അവരോട് വിരോധമോ ദേഷ്യമോ പകയോ അല്ല തോന്നേണ്ടേ. അത് എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ വന്ന റൂട്ടിനെ ഹാലേലിയ ട്രീറ്റ് ചെയ്യണം. ഹാലേലിയ. അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതിനെ നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട്, അതിലൂടെ നമ്മുടെ ഭക്തത്വ നിവൃത്തീകരണത്തിൽ എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ ദൈവത്തിന് ഹാലേലിയ, ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന്റെ പക്കൽ അനീതിയില്ല. ഇവിടെ പറയുന്ന കണക്ക് എനിക്ക് കരുണ തോന്നുക എന്നുള്ള ഒരു കരുണ, എനിക്ക് കനിവ് തോന്നുക എന്നുള്ള ഒരു കനിവ് തോന്നുകയും ചെയ്യുമെന്ന് മോശ. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്നു ദൈവത്തിനായിട്ട്, ദൈവത്താലത്തിന്. അപ്പൊ നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും ഹാലിയിലെ കാര്യമില്ല. ഹാലേലിയ. നമ്മൾ എത്രയൊക്കെ ഓടാൻ ശ്രമിച്ചാലും കാര്യമില്ല. നമ്മുടെ ദൈവം നമ്മൾ ഓടിക്കാൻ തുടങ്ങിയാലേ കൊണ്ട് നമ്മൾ ഓടാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ കാരണം വന്നാൽ മാത്രമേ നമ്മൾ എത്രയൊക്കെ ആഗ്രഹം നമുക്കൊക്കെ എല്ലാവരുടെയും ഇപ്പൊ ഓരോരുത്തരുടെ മനസ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സുവിശേഷത്തിന് വേണ്ടി അല്ലെ അനേക രാജ്യങ്ങൾ പോകണം, അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടാവും അല്ലേ? നമ്മൾ റെഡിയാണ്, ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ആഗ്രഹം മാത്രം പോരാ, നമ്മുടെ ആഗ്രഹം മാത്രം പോരാ. ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് കൂടെ കിട്ടുന്നാൽ ദൈവത്തിന്റെ ആമേൻ സ്ക്രീൻ സിഗ്നലിലൂടെ നമുക്ക് കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഓരോരുത്തരത്തൊക്കെ കടന്നു പോകാനായിട്ട് ഹാലയിലെ പലപ്പോഴും അവർ വിളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമുക്കത് പോകാൻ പറ്റും. പക്ഷെ ദൈവം അയക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോകാറുണ്ട് അല്ലേ? ഹാലയില് ഓരോ വീട്ടിലും സിസ്റ്റർ പണ്ടൊക്കെ എത്ര ആഗ്രഹിച്ചിട്ട് എന്നെ വിളിക്കുന്നത്. പക്ഷേ ഞാൻ വന്ന് വളരെ എന്താ യാദൃശ്യമായിട്ട് അന്ന് അവിടേക്ക് എത്തിക്കുന്നത് അല്ലേ? അതുപോലെ ഇന്ന് നമ്മുടെ സിസ്റ്റർ എന്റെ വീടിന്റെ ഏറ്റവും അടുത്തുള്ള എനിക്ക് തൊട്ടടുത്തുള്ള എന്ന് പറയുന്നത് ഇവിടെ തന്നെയുള്ളൂ. പക്ഷെ പല പ്രാവശ്യം വിളിച്ചിട്ട് എനിക്ക് ഇതുവരെ ആ ഭവനത്തെ കടന്നു പോകാൻ പറ്റിയിട്ടില്ല ഹാലയിലെ. കാരണം ദൈവത്തിന് ഞാൻ പറയാൻ ചെയ്തത്, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ഞാനവിടെ വന്നിട്ടേ കാര്യമുള്ളൂ. എനിക്ക് ഇഷ്ടമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒക്കെ കാണാനും പോകാനും. പക്ഷേ അങ്ങനെ വെറുതെ അവിടെ പോയത് കൊണ്ട് കാര്യമില്ല. ദൈവം നമ്മളെ അയക്കുന്ന സമയത്താണെങ്കിൽ അവിടെ അത് ദൈവത്തിന്റെ പ്രവൃത്തി തികയ്ക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ അത് എന്താ പറയുക ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ കരുണ തോന്നുന്ന ദൈവത്താലത്തെ സകലം. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ കരുണ തോന്നിയാൽ കരുണ വന്നാൽ നമുക്ക് സകലവും സാധിക്കുന്നു. ആ കരുണ നമ്മുടെ മേൽ വെളിപ്പെടാൻ വേണ്ടിയിട്ട് സകലത്തെ നിവർത്തീകരിക്കുന്ന ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ വെളിപ്പെടാനായിട്ട് നമുക്ക് എന്താണ് കുറവെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പരിഹരിച്ച് കർത്താവിന്റെ ആ കരുണയ്ക്കായിട്ട് ആ മനസ്സലിവിനായിട്ട് നമുക്ക് ദൈവത്തിന് മുമ്പിൽ നമ്മളെ താഴ്ത്തിയേൽപ്പിക്കാം. ഹാലേലൂയ. അത് ഇവിടെ പറഞ്ഞു, ഇതിനായിട്ട് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കുന്ന നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടത്. അപ്പം ഇതിനായിട്ട് എന്തിനായിട്ടാണ് നിന്നെ നിർത്തിയേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന് മനസ്സിലും വന്നിട്ട് ദൈവം നമ്മളെ ഓടിക്കാനായിട്ട് ദൈവം നമ്മളെ കൊണ്ട് ചിലതൊക്കെ ചെയ്യിക്കാനായിട്ട് നിർത്തിയേക്കുക. 17 വാക്യം അങ്ങനെ പറയുന്നത്. ഇതിന് അപ്പൊ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ മനസ്സിലൊക്കെ നമ്മളിലൂടെ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം നമ്മളെ നിർത്തിയേക്കുക. നമ്മളിപ്പോഴും തിരിച്ചറിയിരിക്കുക. മോശയെ കുറിച്ച് പറഞ്ഞാൽ മോശയെ ഇസ്രായേൽ ജനത്തിന് മുമ്പ് വലിയവനാക്കി അല്ലേ? മോശയിലൂടെയാണ് ദൈവം സകലതും ചെയ്തത്. മോശയോട് പലരും അവിടെ ചോദിച്ചു, എന്താ ദൈവം മോശയോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ?
എന്നാ ഞങ്ങളോട് സംസാരിക്കാത്ത? ഇല്ലേ? ചോദിച്ച് പിറുപിറുപ്പുണ്ടായി. ഹാലേലിയ. പക്ഷേ അവിടെ എങ്ങനെ ദൈവം മാറ്റിയത്? ഇല്ല. കാരണം ദൈവത്തിന് ഒരാളോട് മനസ്സിലവ് തോന്നി, ഒരാൾ കാണുവാണ്, അവരെ മറ്റുള്ളവർ മുമ്പിൽ കാണിക്കും. ഇതിനായിട്ട് ഞാൻ നിന്നിൽ എന്റെ ശക്തി, നമ്മളിലൂടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ ദൈവം നിർത്തിയേക്കുക. ഹാലേലൂയ. ഇപ്പൊ നമ്മളിലൂടെ ദൈവത്തിന്റെ ശക്തി, ഹാലേലിയ, അവിടെ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഹാലേലിയ ബന്ധുക്കളുടെ, ചാർച്ചക്കാർ, നമ്മുടെ ദേശത്തിൽ, അല്ലെ നമ്മളായ രാജ്യത്തിൽ, അനേക രാജ്യം, ദൈവം നമ്മളിലൂടെ നമ്മുടെ ശക്തി, ദൈവത്തിന്റെ ശക്തി നമ്മളോട് വെളിപ്പെടുത്താനായിട്ട് നമ്മളെ നിർത്തിയിരിക്കുക. നമ്മളിപ്പോ എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? അവരെ വിടുവിക്കണേ, ഇവരെ വിടുവിക്കണേ, അവരുടെ ജീവിതത്തിൽ മാറ്റം വേണേ, ഇവരുടെ ജീവിതത്തിൽ മാറ്റം വേണേ. നോ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്ന അവർ മാറിയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹാലയിൽ ദൈവം ആഗ്രഹ ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെല്ലാം ഓട്ടോമാറ്റിക്കലി മാറിയിരിക്കും. അവരുടെയൊക്കെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത് എന്റെ കുറവാ, എന്റെ ലൈഫ് മാറാത്തത് കൊണ്ടാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവം ആഗ്രഹിക്കും, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താനായിട്ട് ഞാൻ യോഗ്യയായി മാറിയിട്ടില്ല ഇതുവരെ. ദൈവത്തിന്റെ ശക്തി എന്നിലൂടെ വെളിപ്പെടുത്തി ഹാലയില്ല സകലരെയും ഹാലയില് കാണിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമോ? നമ്മളെന്താ അതിനു വേണ്ടി ഒരുക്കപ്പെട്ടില്ല. മോശയോട് വിളിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. മോശ ആദ്യമേ ദൈവത്തോട് പറഞ്ഞ് അങ്ങനെയൊക്കെ, ദൈവമേ ഞാൻ വിൽക്കനാ, ഞാൻ തടിച്ച നാവുള്ളവനാ, എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ വേറെ ആരെങ്കിലും നോക്കണേ, വേറെ ആരെങ്കിലും വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാലയില് മോശ ഒത്തിരി ഒഴിവൊഴിവുകൾ പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം കിടന്ന് മോശയുടെ മേലാണ്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാനായിട്ട് ഹാലേലിയ, അവരെ മുമ്പിൽ നിന്ന് നയിക്കാനായിട്ട് ഹാലേലിയ, മോശയുടെ മേൽ കിടന്ന വാഗ്ദത്തം മോശയെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിച്ചു. ഹാലേലുയ. അതിന് മോശയെ ദൈവം 40 വർഷക്കാലം മരുഭൂമിയിലിട്ടൊന്ന് ഒരുക്കിയെടുത്ത്. ഇന്നലെ രാത്രി കൂടെ ഹാലേലിയുടെ മോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഹാലേലിയ മോശ വിക്കനാണെന്ന്. ഞാൻ മോശ വിക്കനായിരുന്നില്ല, മോശ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഹാലേലിയ. ആ മോശ വിക്കനായി മാറി. എന്തുകൊണ്ടാ? 40 വർഷക്കാലം മരുഭൂമി ആടുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും, ആടെ അങ്ങോട്ടും മാറി ഇങ്ങോട്ടും മാറി കേൾക്കുന്ന രണ്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കിയത്. ഹാലേലിയ. മോശ സംസാരിക്കേണ്ട പോലും ഇല്ല. മോശയ്ക്ക് സംസാരിക്കുമ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട്, സംസാരിക്കാതിരിക്കുന്നതോറും നമ്മുടെ നാക്ക് ഹാലേലിയ പിന്നീട് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് തടിച്ചു നാവ്. നമ്മളൊക്കെ സംസാരിക്കുന്നുണ്ട്, നമ്മുടെ നാവ് ഇത്ര ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്നത്. ഹാലേലിയ. അതുകൊണ്ടാണ് മോശ വിക്കനായി മാറിയത്. അപ്പോൾ ഹാലേലിയ മോശയുടെ വാക്കും സാമർത്ഥ്യം ഒക്കെ ഹാലേലിയ, പ്രവൃത്തിയുള്ള സാമർത്ഥ്യം എല്ലാം ആയുധകലയിലെല്ലാം മോശ ഹാലേലിയ ഏറ്റവും നമ്പർ 1 പഠിച്ചതാണ്. എല്ലാ വിദ്യാഭ്യാസവും നൽകപ്പെട്ട രാജകുമാരൻ എന്നുള്ള ലെവലിൽ എല്ലാ വിദ്യാഭ്യാസങ്ങളും, എല്ലാ ആയുധകലയും, എല്ലാ അറിവും നേടി മോശ ഹാലേലിയ. മോശയുടെ ആ നേട്ടമെല്ലാം സീറോ ആയപ്പോൾ ദൈവം മോശയ്ക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു. ദൈവം പറഞ്ഞു, മോശ നിന്റെ പഠിപ്പും കഴിവും, അത് മോശ പറഞ്ഞു, ഞാൻ തടിച്ച നാവൾ ഇങ്ങനെ കൊള്ളത്തില്ല. കാരണം അന്ന് നല്ല സാമർത്ഥ്യം ഉണ്ടായിരുന്നു, നല്ല ചുറുചുറുക്ക് ഉണ്ടായിരുന്നു, നല്ല സാമർത്ഥ്യം ഉണ്ടായിരുന്ന എല്ലാം അറിയാമല്ലോ. ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഈ സമയത്ത് ഞാൻ എന്ത് പോയി ചെയ്യാനാണ് തോന്നിക്കാണ്. അപ്പൊ ദൈവം പറയും, എനിക്ക് നിന്നെ വേണ്ടത്. കാരണം നമ്മളിലുള്ള എന്തൊക്കെയോ നമുക്കുണ്ട് എന്ന്, നമുക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്. ദൈവം അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചിന്തിക്കുന്ന ചിന്തകളെല്ലാം എടുത്ത് കളയണം. നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ സീറോ ആയെന്ന് നമുക്ക് ബോധ്യം വന്നാൽ ഹാലേലിയ, നമ്മളെ തിരിച്ചറിയുമ്പോൾ ദൈവം പറയും, മോളെ മതി, നിന്നെ ഇപ്പൊ എനിക്ക് വേണം ഹാലേലിയ. കാരണം നീ സീറോ ആയി നിൽക്കുമ്പോഴേ എനിക്ക് നിന്നിൽ ഹീറോ ആകാൻ പറ്റും. ഹാലേലിയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പാട്ടുകൾ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ദൈവത്താൽ തന്നെ സംഭവിച്ചതാ. കാരണം വെച്ചാൽ കലാപരമായിട്ട് ഒരു കഴിവും ഏഴയിലത്തൂടെ പോയിട്ടില്ലാണ്ട്, അടുത്ത് വന്നിട്ടില്ലാത്ത ഏഴയിലത്തൂടെ പോയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഹാലേലിയ. എന്നെ കൊണ്ട് ചെയ്യിച്ചു. എനിക്കറിയാം ഇതിനകത്ത് 100% ദൈവത്തിന്റെ ഹാലേലിയ പ്രവൃത്തി തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പണ്ടേ എഴുതുന്ന ഒരാളാണ്, കുറച്ചൊക്കെ എഴുതുമായിരുന്നെങ്കിൽ, കുറച്ചൊക്കെ മ്യൂസിക്കായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഹാലേലിയ, അപ്പൊ ഞാൻ പറയാന്ന്, ഞാൻ ചിന്തിക്കുന്ന എന്റെ കയ്യിൽ എവിടെയോ ഉള്ളിൽ കിടന്നത് പ്രതിഭയെ ദൈവം തട്ടി ഉണർത്തി, അല്ലേ? ഹാലേലിയ. അങ്ങനെ നമ്മൾ പറയുന്നത്. പക്ഷേ അതില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ റെക്കോർഡിംഗ് ടൈമിൽ മാനുവലിനോട് കൺട്രിയോട് ഞാൻ പറഞ്ഞു, മോനെ മ്യൂസിക്കിന്റെ ഹാലേലിയ ഒരു കഴിവും ഹാലേലിയ പോയിട്ടില്ലാത്ത ഞാനാണ് ഇതെങ്ങനെ. അപ്പൊ ആന്റി ഇനി അങ്ങനെ പറയരുത്, കാരണം ഞങ്ങളൊക്കെ ഇത്രയും പാട്ടുകൾ പാടിയിട്ടും ഞങ്ങൾക്ക് ആർക്കും ഒരു വരി എഴുതാൻ ഇതൊരു കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ദൈവം തന്നെങ്കിൽ അതൊരു കഴിവായി തന്നെ ദൈവം ഹാലേലിയ ആയിട്ട് തന്നെയാണ് ഹാലി. പക്ഷേ ഹാലേലിയ ഇത് ദൈവം തന്ന കഴിവാണ്. അതേ ദൈവം തന്ന കഴിവല്ല, നമുക്ക് നമുക്ക് അങ്ങനെ ഒരു കഴിവ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയാം. വചനം എടുത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പ് നിൽക്കുമ്പോൾ ഹാലേലിയ, ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്ന് അറിയാത്ത ഒരാളായിരുന്നു, ബൈബിൾ എന്താണെന്ന് അറിയാത്ത ഒരാളാണ്. ഇതൊക്കെ ദൈവത്തിന്റെ മനസ്സിൽ നമ്മുടെ മേൽ വന്നുകൊണ്ട് സംഭവിച്ച, നമ്മൾ ഓരോരുത്തരും ആയിരിക്കും സിറ്റുവേഷൻ. ഇന്ന് നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒരാൾക്ക് വേണ്ടി 10 പേർക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ അതിനുള്ള വാക്കുകൾ നമ്മുടെ വായിലേക്ക് ദൈവം തരുന്നെങ്കിൽ ഇത് ദൈവത്തിന്റെ മനസ്സിൽ ദൈവം നമ്മളെ മാറ്റിയതാണ്. അങ്ങനെ
ഹല്ലേലൂയ. ഇനി നമ്മൾ എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന സമയത്ത് ദൈവത്തിന്റെ മനസ്സരിവ് നമ്മളോട് ദൈവത്തിന്റെ ശക്തി നമ്മൾ കാണിക്കേണ്ടത് ദൈവം റെഡിയാണ്. പക്ഷെ അതിലായിട്ട് ദൈവത്തിന്റെ മനസ്സരിവ് നമ്മുടെ മേൽ വേണം. ദൈവത്തിന് നമ്മളോട് കരുണ തോന്നണം. ഹല്ലേലൂയ. നമ്മളുടെ ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ സർവ്വ സൃഷ്ടിയിലും കാണിക്കണം. ഹല്ലേലൂയ. സർവ്വരും സൃഷ്ടിക ദൈവപുത്രന്മാരുടെ വെളിപ്പാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വചനമാണ്. സൃഷ്ടി സകലത് എന്താ? നമ്മൾ വെളിപ്പാട് പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കുക. നമ്മൾ എന്നിട്ട് സൃഷ്ടിയോട് മാറാൻ പറയും. പലപ്പോഴും അല്ല, അവരെല്ലാം നമ്മുടെ വെളിപ്പാട്, നമ്മൾ വെളിപ്പാട് പ്രാപിച്ചു. നമ്മളെ ആരത് തിരിച്ചറിവിൽ നമ്മൾ പുറത്തു വരാൻ വേണ്ടി അപ്പൊ നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സർവശക്തി നമ്മളിലൂടെ സർവ്വ സൃഷ്ടിക്കും വേണ്ടി വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ഒരുങ്ങിയിരിക്കുമ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ ഒരുക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരുണ അത് നമ്മുടെ മനസ്സിൽ നമ്മളിലേക്ക് വരാതെ നിൽക്കുന്നുണ്ട്. എന്താണ് തടസ്സമെന്ന് മനസ്സിലാക്കി അത് ഈ ദിവസങ്ങളിൽ നമുക്ക് പരിഹരിക്കാം. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒരുങ്ങാം. ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ കേട്ട വാഗ്ദത്തങ്ങളൊക്കെ നിവർത്തി നമ്മുടെ ജീവിതത്തിലാണ് വാഗ്ദത്ത നിവർത്തീകരണം സംഭവിക്കുന്നത്. നമ്മുടെ അപ്പന്റെ, അമ്മയുടെ, സഹോദരങ്ങളുടെ, ഭർത്താവിന്റെ ഒന്നും ജീവിതത്തിലല്ല. നമ്മുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾക്ക് എവിടെയാണ് തടസ്സമെന്ന് നോക്കി നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്ത നിവർത്തീകരണം സംഭവിക്കുമ്പോൾ അവരെല്ലാം ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി മാറിക്കൊള്ളും. അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ്.